മുന്നണിയിലെ ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകാൻ യുഡിഎഫിന്റെ ആലോചന എന്നതിനെക്കുറിച്ച് ചാത്തന്നൂർ സീറ്റ് നൽകാനാണ് ധാരണ. ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ജി ദേവരാജൻ മത്സരിക്കും. ശ്രീത്ത് കഴിഞ്ഞ തവണ ഫോർവേഡ് ബ്ലോക്കിന് ധർമ്മടത്ത് സീറ്റ് കൊടുക്കുകയും അതിൽ ദേവരാജനോട് മത്സരിക്കാൻ പറയുകയും ദേവരാജൻ മത്സരിക്കാതിരിക്കുകയും ദേവരാജന് നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം അറിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു നാടകീയതൊക്കെ ഉണ്ടായിരുന്നു. ശ്രീത്ത് കഴിഞ്ഞ ഹാഷ്മി ശരിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കുകയും അതായത് കേരളത്തിൽ ആദ്യമായി ഒരു എൻട്രി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം വന്നത്. എന്നാൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവായ ജി ദേവരാജൻ അന്ന് അവിടെ മത്സരിക്കാൻ തയ്യാറായില്ല. പിന്നീട് കോൺഗ്രസിലെ രഘുനാഥ് അവിടെ ധർമ്മടത്തെ പിണറായി വിജയൻ്റെ എതിരാളിയായി വന്നു. പിന്നെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇത്തവണ ഫോർവേഡ് ബ്ലോക്കിന് കാര്യമായ ഒരു പരിഗണന നൽകാനാണ് UDF-ന്റെ തീരുമാനം. ഇതനുസരിച്ച് ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ സീറ്റിൽ മത്സരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ചാത്തന്നൂരിൽ ജി ദേവരാജൻ മത്സരിക്കും. അവിടെയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം ജില്ലയിൽ. അവിടെ CPI-യുടെ R രാജേന്ദ്രനാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. BJP-ക്കും ശക്തമായ ഒരു സ്റ്റേക്കുള്ള സ്ഥലമാണ് ചാത്തന്നൂർ. അവിടെയാണ് ഇത്തവണ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവായ ജി ദേവരാജൻ ആവശ്യപ്പെട്ടത് കൊല്ലം നിയമസഭാ മണ്ഡലമാണ്. അവിടെ ബിന്ദു കൃഷ്ണയ്ക്ക് നീക്കി വെച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അങ്ങനെയാണ് ഫോർവേഡ് ബ്ലോക്ക് നേതാവായ ജി ദേവരാജൻ ചാത്തന്നൂരിലേക്ക് മാറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.